ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മുടെ റിയാക്ട് സീരീസിന് വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ ബേസിക് ആയിട്ട് എങ്ങനെ ഒരു റിയാക്ട് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അധികമൊന്നുമില്ല. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വേണം. ആൻഡ് ആ ഒരു ലാപ്ടോപ്പിൽ Node.js അതേപോലെ തന്നെ VS കോഡും ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. VS കോഡും Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാം. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റിൽ ബേസിക് ആയിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. സോ അങ്ങനെ പ്രൊജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് എന്നുള്ളൊരു ടൂൾസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ വീറ്റ് എന്നുള്ളൊരു ടൂളും ഉണ്ട്. ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ വീറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം അത് CRA മീൻസ് ക്രിയേറ്റ് റിയാക്ട് ആപ്പിനേക്കാളും ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഈ ഒരു സീരീസിൽ ത്രൂ ഔട്ട് നമ്മൾ വീറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്കിനി വീറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുണ്ട്. veet.dev എന്നാണ് സൈറ്റിൻ്റെ ഡൊമൈന്. ആൻഡ് അത് ഞാൻ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടറിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ വീറ്റ് പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡാണ് യൂസ് ചെയ്യാം. npm yarn pnpm burn ഇതെല്ലാതും കൊടുത്തിട്ടുണ്ട്. ഞാൻ npm ആണ് യൂസ് ചെയ്യുന്നത്. സോ npm create വീറ്റ് അറ്റ് ലേറ്റസ്റ്റ് എന്നാണ് കമാൻഡ്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. ആൻഡ് എന്നിട്ട് എൻ്റെ ടെർമിനലിൽ വന്നിട്ടുണ്ട്. ടെർമിനലിൽ ട്യൂട്ടോറിയൽസ് എന്നുള്ളൊരു ഡയറക്ടറിയിലാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ഒരു കമാൻഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. npm create വീറ്റ് അറ്റ് ലേറ്റസ്റ്റ്. ആൻഡ് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. പ്രോംപ്റ്റിൽ എന്താണ് പറയുന്നത്, നമുക്ക് ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്രിയേറ്റ് വീറ്റ് എന്നുള്ളൊരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടെന്നാണ്. ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊടുക്കുക. ഞാൻ വൈന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പാക്കേജ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ആൻഡ് അതിനുശേഷം ആ ഒരു പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യൽ. നോന്ന് കൊടുത്താൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് വൈ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം. നമ്മളോട് പ്രൊജക്ട് നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഡമ്മി എന്നാണ് പ്രൊജക്ട് നെയിം കൊടുക്കുന്നത്. നമ്മൾ പ്രൊജക്റ്റിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്തൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഫ്രെയിം വർക്ക് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. വാനില, വ്യൂ, അങ്ങനെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിം വർക്ക് റിയാക്ട് ആണ്. സോ റിയാക്റ്റിൽ നമ്മൾ ആരോ കീ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് ഉണ്ടല്ലോ, ആ ഒരു ആരോ കീസ് വെച്ചിട്ട് നമുക്ക് റിയാക്ട് ചൂസ് ചെയ്ത് ആൻഡ് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ട് സെലക്ട് ആവും. ആൻഡ് നമ്മളോട് ഇവിടെ ഏത് വേരിയന്റ് ആണ് യൂസ് ചെയ്യുന്നതാണ് അടുത്ത പ്രോംപ്റ്റ് വന്നിട്ടുള്ളത്. വേരിയന്റ് മീൻസ് ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണോ, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണോ, റിമിക്സ് യൂസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ്. സോ ഞാനിവിടെ ജാവാസ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിലോട്ട് ആരോ കീസ് വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് ജസ്റ്റ് സ്പേസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഈ ട്യൂട്ടോറിയൽസ് എന്നുള്ള ഒരു ഡയറക്ടറിയിൽ ഡമ്മി എന്നുള്ളൊരു ഡയറക്ടറിയിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ VS കോഡ് ഓപ്പൺ ആക്കാണ്. സോ എൻ്റെ VS കോഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ആ ഒരു ഡയറക്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡമ്മി എന്നുള്ള ഡയറക്ടർ ഉണ്ടല്ലോ ട്യൂട്ടോറിയൽസിൽ, അത് ചൂസ് ചെയ്യാണ്. ഡമ്മി എന്നുള്ള ഡയറക്ടർ ചൂസ് ചെയ്തു ആൻഡ് ഓപ്പൺ ചെയ്തു. സോ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഫയൽസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് സൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഈ ഒരു വെൽക്കം സ്ക്രീൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ആൻഡ് ഇനി നമുക്കിവിടെ ഈ ഫയൽസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്നതാണ് ഈ പബ്ലിക് ഫയൽസ്. പബ്ലിക് ഫയൽസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മുടെ പബ്ലിക് ഇമേജസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ഫയൽസ്. ആൻഡ് രണ്ടാമത് നമ്മൾ പരിചയപ്പെടേണ്ട ഫയലാണ് ഇവിടെ HTML index.html എന്നൊരു ഫയലുണ്ട്. index.html എന്നുള്ള ഫയൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ റൂട്ടാണ്. ഇതിൽ ആകെ ഒരു HTML ഫയലേ വരുള്ളൂ. ആ ഒരു HTML ഫയലാണ് index.html എന്നുള്ള ഫയൽ. ആൻഡ് ഇവിടെ കണ്ടോ നിങ്ങൾ റൂട്ട് എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടോ, ഡിവ് എലമെൻറ്റ്. ഈ ഒരു ഡിവിലോട്ടാണ് റിയാക്ട് എല്ലാ ഒരു കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിവിലോട്ടാണ് റിയാക്ട് ഇൻജെക്ട് ചെയ്യൽ. ആൻഡ് ഇവിടെ നിങ്ങൾ കണ്ടോ നമ്മളൊരു മൊഡ്യൂള് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ട്. ആ മൊഡ്യൂൾ ഏതാ, srcയിൽ main.jsx. സോ ആ ഒരു ഫയൽ നമുക്ക് നെക്സ്റ്റ് പരിചയപ്പെടാം, main.jsx. സോ ഇതാണ് റിയാക്റ്റിൻ്റെ എൻട്രി പോയിന്റ്. സോ ഇവിടെ നിന്നാണ് റിയാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, document.getElementById റൂട്ട്. അതായത് നമ്മളിവിടെ index.html റൂട്ട് പറഞ്ഞല്ലോ, ആ ഒരു റൂട്ട് ഇവിടെ document.getElementById വെച്ചിട്ട് ആ ഒരു റൂട്ട് എടുത്തിട്ട് ആ റൂട്ടിലോട്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ റിയാക്റ്റിൽ ഒരു ഹൈ ലെവലായിട്ട് പറയുകയാണെങ്കിൽ റിയാക്റ്റിൽ ഇതാണ് നടക്കുന്ന കാര്യം. ഇന്റേണലി നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകാനൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് അഡ്വാൻസ്ഡ് സീരീസിലൊക്കെ നോക്കാം. ആൻഡ് അടുത്തൊരു ഫയൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് app.jsx ആണ്. app.jsx എന്ന് വെച്ചാൽ റിയാക്റ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് app.jsx. ആൻഡ് ഈ ഒരു കമ്പോണൻറ്റിലോട്ടാണ് നമ്മുടെ ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ കൊടുക്കുക. ആൻഡ് നമുക്ക് വേണമെങ്കിൽ ഇത് റീനെയിം ചെയ്യാം, എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യട്ടെ. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് main.jsx ഒക്കെ റീനെയിം ചെയ്യാം. ഇതൊന്നും ഒരു റിസർവ്ഡ് നെയിമോ അങ്ങനെ ഒന്നുമല്ല.
ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് CSS ഫയലൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ CSS ഫയലൊക്കെ നമ്മൾ നോർമലി HTML യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് CS ഫയൽ. ആൻഡ് അത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഏത് കമ്പോണൻറ്റിലാണോ നമുക്ക് ആവശ്യം ആ ഒരു കമ്പോണൻറ്റിൽ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു CSS ഫയൽ അവിടെ ആ ഒരു CSS ഒക്കെ അവിടെ റിഫ്ലക്റ്റ് ആവുള്ളൂ. ആൻഡ് അടുത്തൊരു ഫയലാണ് നമ്മുടെ package.js എന്നുള്ള ഫയൽ. package.js എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ബ്രെയിൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള എൻഡ് ടു എൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു package.jsലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റിൻ്റെ വെർഷൻ, പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിപ്പെൻഡൻസീസും ഡെവ് ഡിപ്പെൻഡൻസീസും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ചാൽ ഒരുപാട് NPM പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു പാക്കേജസ് ഒക്കെ ഏതൊക്കെയാണ് പാക്കേജ്, ആ പാക്കേജിൻ്റെ വെർഷൻ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പെൻഡൻസീസിലും ഡെവ് ഡിപ്പെൻഡൻസീസിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റും സ്ക്രിപ്റ്റ്സ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇതിൽ. ഈ സ്ക്രിപ്റ്റ്സ് ഒബ്ജക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റൺ ചെയ്യേണ്ട സ്ക്രിപ്റ്റ്സ് ഒക്കെ ഇതിലാണ് സെറ്റപ്പ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ NPM റൺ ഡവ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റാണ് റൺ ആവുക, വീറ്റ് എന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് റൺ ആവുക. ആൻഡ് നമ്മൾ NPM റൺ ബിൽഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റ് ബിൽഡ് എന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് റൺ ആവുക. നമ്മൾ NPM ലിൻഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ NPM റൺ ലിൻഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ആവുക. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് ഈ ഒരു സ്ക്രിപ്റ്റ്സ് എന്നുള്ള ടാഗ്. സോ ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് വെബ് വ്യൂവിൽ ഈ പ്രോജക്റ്റ് എങ്ങനെ കാണാം എന്നുള്ളതൊക്കെ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് VS കോഡിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ താഴെ ടെർമിനൽ കിട്ടും. സോ നമ്മുടെ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇനീഷ്യലി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു വീറ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NPM റൺ ഡവ് ആണ് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു വീറ്റ് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുക. സോ അത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. NPM റൺ ഡവ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീറ്റ് കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എററിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ package.jsൽ ഡിപ്പെൻഡൻസീസും അതേപോലെ ഡെവ് ഡിപ്പെൻഡൻസീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഒരു വീറ്റ് എന്നുള്ളൊരു പാക്കേജ്. അപ്പോൾ റിയാക്ട് റൺ ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഒരു വീറ്റ് എന്നുള്ള പാക്കേജ് ഇല്ല എന്നാണ്. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാക്കേജ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ആ പാക്കേജ് ഒന്നും ഇൻസ്റ്റാൾഡ് അല്ല. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് NPM-i എന്ന് കൊടുത്താൽ മതി. NPM-i എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു package.jsൽ നമ്മൾ പറഞ്ഞ ഒരു ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ചാൽ NPM പാക്കേജസ്, ഈ എല്ലാ പാക്കേജസും NPM എന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാണ് നമ്മൾ ചെയ്യുക. സോ ഈ ഒരു package.js കൊണ്ടുള്ള ഉപകാരം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു ഫയൽ വന്നു, നോഡ് മൊഡ്യൂൾസ് എന്നുള്ള ഫയൽ. ഈ ഫയൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഡയറക്ടറീസ്, അതിൽ ഒരുപാട് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഈ കോഡ് ആർക്കെങ്കിലും കൊടുക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നോഡ് മൊഡ്യൂൾസ് എന്നുള്ള ഫയൽ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യില്ല. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഒരുപാട് ലാർജ് ഫയലൊക്കെ കേൾക്കാറ്, കാരണം ഇതിൽ ഒരുപാട് പാക്കേജസ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ നോഡ് മൊഡ്യൂൾസ് എന്നുള്ള ഫയൽ ഇല്ലാതെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ എങ്ങനെയാണ് അവർ ഈ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാന്നുള്ളത്. സോ അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ച ഈ ഒരു package.js യൂസ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ ഓൾറെഡി എല്ലാതും കൊടുത്തിട്ടുണ്ട്, എല്ലാ പ്ലഗിൻസും ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇനി പുതിയൊരു പ്ലഗിൻ ആഡ് ചെയ്യാണ്, പുതിയൊരു പാക്കേജ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജും കൂടി ഈ ഒരു ഡിപ്പെൻഡൻസീസിൽ ആഡ് ആവും, അതിൻ്റെ പെർട്ടിക്കുലർ വേർഷൻ ഏതാണെന്നുള്ളത് പോലും ആഡ് ആവും. സോ ഇത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ജസ്റ്റ് ഈ NPM-i കൊടുത്തു കഴിഞ്ഞാൽ അവരുടെയിലും ഈ നോഡ് മൊഡ്യൂൾസ് ഉണ്ടാവും. സോ ഇത്ര ലാർജ് ഫയലായിട്ടുള്ള ഒരു നോഡ് മൊഡ്യൂൾസ് നമുക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആൻഡ് ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് NPM റൺ ഡവ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ ലോക്കൽ ഹോസ്റ്റ് 5173 എന്നുള്ള പോർട്ടിൽ റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തു ആൻഡ് നമ്മുടെ ബ്രൗസറിലോട്ട് പോവാണ്. ആൻഡ് ബ്രൗസറിൽ ലോക്കൽ ഹോസ്റ്റ് 5173 ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് റിയാക്റ്റിൽ ഒരു ബേസിക് പ്രൊജക്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ബൈ ഡിഫോൾട്ട് ആ ഒരു Vite.js തരുന്ന ഒരു ടെംപ്ലേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൗണ്ടറൊക്കെ ഉണ്ട്, നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ചെറിയ ചെറിയ എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ബൈ ഡിഫോൾട്ട് നമുക്ക് ആ ഒരു Vite.js തരുന്നതാണ്. സോ അത് എവിടെ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചാൽ SRCയിൽ app.jsxലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൗണ്ട് ഈസ് എന്നുള്ളത് മാറ്റിയിട്ട് കൗണ്ട് ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിവിടെ ലൈവായിട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ഈക്വൽ ടു 11. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റിൽ ഹോട്ട് റീലോഡ് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്ത് വരുത്തിയാലും നമ്മുടെ ഡെവലപ്മെൻറ്റ് മോഡിൽ അത് ലൈവായിട്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും. ആൻഡ് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ app.jsxലുള്ള എല്ലാ കോഡും കളയാണ്. നമുക്ക് ആക്ച്വലി ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു സീരീസിൽ നമ്മൾ വേറെ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ത്രോട്ട് പറഞ്ഞു തരുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു app.css അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാണ്. ഡിലീറ്റ് ഡൺ. app.css അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി. ആൻഡ് റിയാക്റ്റിൻ്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയാൻ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റിയാക്റ്റിൽ എങ്ങനെ ഒരു ബേസിക് ആയിട്ടൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.